ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുള്ള ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല മുരിങ്ങക്കോലും തക്കാളിയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ചെമ്മീൻ കറിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ ചെമ്മീനാണ്, ഇടയ്ക്ക് വലിയ ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചെമ്മീനൊക്കെ ഫ്രീസറിൽ വെച്ച് ഒന്ന് ഐസ് പിടിപ്പിച്ചതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ചെമ്മീനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് അതിനകത്ത് കുറച്ച് ഉപ്പും വിനാഗിരിയും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുക. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ് ചെമ്മീൻ കിള്ളാൻ മെനക്കേടാണ്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അത് കിള്ളി അങ്ങ് പോവും. അപ്പോൾ നമ്മളുടെ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനൊക്കെ നമ്മളൊരു പാനിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു വലിയ പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുരിങ്ങക്കോലാണ്. 2 വലിയ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ടായിരുന്നു. ആ മുരിങ്ങയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വയ്ക്കുന്ന ഒരു 1/2 സവാളയാണ്. സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ചേർത്താൽ നമ്മൾ ചെമ്മീൻ കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരുന്നുണ്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് പിന്നെ നമ്മൾ ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഒന്നേ ചേർക്കുന്നുള്ളൂ. എനിക്ക് മോനും കൂടെ ഈ കറി കൊടുക്കേണ്ടതായതുകൊണ്ട് നമ്മൾ ഒന്നേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുളി എത്ര വേണോ അതിനാവശ്യമായിട്ടുള്ള പുളി എടുക്കാം. നമ്മുടെ ഇവിടെ ഒത്തിരി പുളി വേണ്ട. എന്നാൽ നമ്മൾ ഈ ഒരു പുളിക്ക് നല്ല പുളിയുള്ള പുളിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ പുളിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണേ. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഇതുപോലെ ചെമ്മീൻ കറി. അതുപോലെ ഇതേപോലെ ചെറിയ ഉഴുവൽ മീനൊക്കെ കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി നമ്മൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ നമ്മളൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തേങ്ങയായിരുന്നു, 1/2 മുറി എടുത്തിട്ടുണ്ട്. ശേഷം നമ്മളൊരു 5-6 ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ചുമന്നുള്ളി കുറച്ച് ഏറെ ചേർത്തിട്ട് അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ഒരു വലിയ സ്പൂണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ല മഷി പോലെ നമ്മൾ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ തന്നെ ഇരിക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോകണം കേട്ടോ. അരപ്പ് അരഞ്ഞില്ലെങ്കിൽ നമ്മളുടെ അരപ്പ് വെള്ളവും അരപ്പും രണ്ടായിട്ട് നിൽക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ നന്ന മഷി പോലെ തന്നെ അരച്ചെടുക്കണം. ഇപ്പം നമ്മളുടെ ചെമ്മീനൊക്കെ നോക്കുമ്പോൾ നല്ല വെന്ത് നമ്മുടെ ചെമ്മീൻ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര ആയപ്പോൾ തന്നെ ഈ ചെമ്മീൻ കറിയുടെ ഇരിക്കുന്ന ചാറിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല മണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അരപ്പും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയോട് കൂടിയിട്ടുള്ള അത് നല്ല പേസ്റ്റ് പോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളതെടുത്തിട്ട് നമ്മളുടെ ചെമ്മീനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് അത് നന്നായിട്ട് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം മിക്സിയുടെ ജാറിൽ ഒരുപാട് അരപ്പൊക്കെ പറ്റിയിരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വരണം. വേണ്ടവർക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ച് പറ്റിപ്പിച്ചും എടുക്കാൻ വേണമെങ്കിൽ കേട്ടോ. നമ്മൾ ഇത്തിരി ചാറോടുകൂടി തന്നെയാണ് ഇതിവിടെ തയ്യാറാക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പാകത്തിന് പുളിയും ഉപ്പും എല്ലാം കൂടി ആയിട്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ശരിക്കും പറഞ്ഞാൽ പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള കറിയൊക്കെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും ഒന്നും മറക്കരുത്. ഒരു ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കാണുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിയൊക്കെ അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കടുക് വറക്കാം. അതിനായിട്ട് നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഇതേപോലെ നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലത്. അതിലേക്ക് കുറച്ച് കടുക്, അതുപോലെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പെരിഞ്ചീരകം 5-6 പെട്ടിട്ടുണ്ട്. ഞാൻ പെരിഞ്ചീരകത്തിൻ്റെ കവർ കടുക് പാത്രത്തിൽ ഇട്ടപ്പോൾ അതിലേക്ക് പൊട്ടി വീണതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വറ്റൽമുളക്, അതുപോലെ തന്നെ ചെറിയുള്ളി, ഒരു 5 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പിലൊക്കെ നല്ല ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം വേണം നമ്മളുടെ കറിയിൽ ചേർത്ത് കൊടുക്കുക. എന്നാൽ കരിഞ്ഞു
പോകാൻ പാടില്ല, നല്ല മൂത്ത് വരണം. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അതിന് നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കറിയൊക്കെ ഏകദേശം നന്നായിട്ട് കുറുകി നല്ല ചാറോടുകൂടിയൊക്കെയുള്ള കറിയാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറിനോട് കഴിക്കാൻ, വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളുടെ അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ മുരിങ്ങയ്ക്കായും ചെമ്മീനും തക്കാളിയും എല്ലാം ചേർത്തുണ്ടാക്കിയ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. നമ്മൾ നല്ല താളിച്ചൊക്കെ ചേർത്തപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി ഇഷ്ടമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ തയ്യാറാക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.